ഇത് ടസറാണോ? അതൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ആക്ച്വലി ഇത് ടസറല്ല കേട്ടോ. എനിക്കിത് നമ്മളൊന്ന് ദൂരേന്ന് ഒരു പിക്ചറായിട്ട് കാണുവാണെങ്കിലോ ഇല്ല നമ്മളൊന്ന് അടുത്തുകൂടി നടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴോ ഒക്കെ ടസർ അല്ല എന്നാരും പറയത്തില്ല. സോ ദിസ് ഇസ് എ വെരി പ്രിറ്റി ഷെയ്ഡ് ആൻഡ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലുക്കിൽ തന്നെ നമ്മൾ 4 കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1979 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു സ്കാലപ്പിംഗ് ഡീറ്റെയിൽ വന്നിട്ടുള്ള ബോർഡർ പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മെഷീൻ വർക്കാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ആൻഡ് SBPയുടെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. SBP 178 എന്ന കോഡിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സബ്ലിമേഷൻ പ്രിൻ്റാണ്. ഇറ്റ്സ് വെരി സിമിലർ ടു ഡിജിറ്റൽ പ്രിൻറ്റിങ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് കളർ ബ്ലീഡിങ് ഇഷ്യൂസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരത്തില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ഇത് വീട്ടിലൊക്കെ തന്നെ വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. ആൻഡ് ടുവേർഡ്സ് ദി എഡ്ജ് നമ്മളുടെ ബോർഡർ ഏരിയയിൽ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഫെയ്ഡായി പോകുന്നുള്ള ഒരു എഫക്റ്റിനകത്താണ് വന്നിരിക്കുന്നത്. ബോർഡറിൻ്റെ ഏരിയ സോളിഡായിട്ട് വന്നിട്ട് ഇന്നർ പോർഷനാണ് ഒരു ലൈറ്റ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ജാൽ ലുക്കിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ബ്ലൗസും ഇതിനകത്ത് റണ്ണിങ്ങിൽ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് എ മോവ് പിങ്ക്. ആൻഡ് ദെൻ വി ഹാവ് എ റസ്റ്റി ടോൺ. ഇതാണ് അതിൻ്റെ റസ്റ്റിൻ്റെ ഷെയ്ഡ് വരുന്നത്. വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്കും ഇതുപോലെ തന്നെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ലുക്ക്. ഇത് കുറച്ച് എഡ്ജി ആയിട്ടുള്ള ആംഗുലർ ആയിട്ടുള്ള ബോർഡർ പാറ്റേണാണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് ട്രയാങ്കിൾ പോലെ ഉള്ള ഒരു ഡിസൈൻ. ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പീച്ചി ടോണും കൂടെ ആയിട്ടാണ്. അതും ഒരു ബേൺഡ് പീച്ച് എന്നുള്ള ഒരു ഫീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസിനകത്ത് സോളിഡ് ആൻഡ് ദ ഡാർക്കർ പാലറ്റ് ഷെയ്ഡാണ് വരുന്നത്. SBP 178. ആൻഡ് ദെൻ വി ഹാവ് ഒരു ഗ്രേ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ഡെപ്ത് ഉള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് ആണ്. ആൻഡ് ഇൻസൈഡിലോട്ട് വരുമ്പോൾ ഒരു ലൈലാക്കിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. നല്ല എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രിൻറ്റഡ് ടസേഴ്സിൻ്റെ ലുക്ക് ഇതിന് നന്നായിട്ട് വരുന്നുണ്ട്. വെയ്റ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന സാരീസാണ് കേട്ടോ. ഭയങ്കര സുഖമാണ് ഉടുക്കാനൊക്കെ, നമുക്ക് കൺവീനിയൻ്റ് ആണ്. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലൂ. അപ്പോൾ ഈ ബ്ലൂ ഒരു കുറച്ചൊരു ടീലിൻ്റെ ടോണിലോട്ട് പോയിട്ടുണ്ട് ചെറുതായിട്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് ഡാർക്കർ ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ലുക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ. അപ്പോൾ ഇതിനകത്ത് 4 കളേഴ്സ്. SBP 178, 1979 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ചെക്ക് www.aham.store. ഓഫീസ് വെയർ ഡെയിലി വെയർ കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു സെമി സിൽക്ക് സാരി. ദെൻ നമ്മുടെ സപ്ലിമേഷൻ പ്രിൻ്റ് ആട്ടോ ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ്. ദെൻ ഇതിൻ്റെ ഒരു ബോർഡറിലാണെങ്കിൽ ആ ഒരു സെൽഫ് കളറിൻ്റെ ഒരു പ്ലെയിൻ പാർട്ട് കൊടുത്തിട്ട് അതിലൊരു മിഷൻ എംബ്രോയ്ഡറിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഒരു മോട്ടീഫ് സ്കാറ്ററിങ് പോലെ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ പല്ലുവിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. സെൽഫ് നോട്ടഡ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡബിൾ നോട്ടഡ് ആട്ടോ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ദെൻ ഇതിൻ്റെ ഒരു 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സും കൂടെ ഉണ്ട്. എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓരോന്നിട്ട്. ദെൻ ഫസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാട്ടോ ഇത് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ ആ ബോഡിയിൽ വരുന്ന ആ ഒരു സെയിം സപ്ലിമേഷൻ പ്രിൻറ്റിൻ്റെ ആ ഒരു മൈന്യൂട്ട് വെർഷൻ ആട്ടോ നമ്മുടെ ഈ ഒരു ബ്ലൗസിൽ വന്നിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ദെൻ എൻഡിലായിട്ട് ഒരു ഷെയ്ഡ്സിൻ്റെ ഒരു ഡാർക്ക് ടോൺ എൻഡിൽ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൽ ഈ ഒരു ദെൻ ഒരു പിങ്ക് ആണെന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ്. ഈസി ടു വെയറും കൂടെ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ഓഫീസിലൊക്കെ പോകാൻ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്നൊന്ന് എടുത്ത് വെയർ ചെയ്തിട്ട് പോകാനും പറ്റും. തന്നെ ഇതാട്ടോ ആ പിങ്കിൻ്റെ ലുക്ക് വരുന്നത്. ദെൻ ബ്ലൗസും ആ ഒരു സെയിം ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ ഇട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഒരു ഡിസൈൻ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന എല്ലാ ബ്ലൗസും ഇതിനോട് മാച്ച് ആവും. ദെൻ ലാസ്റ്റ് ഈ ഒരു ലുക്ക് കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് BLD 349. പ്രൈസ് റേഞ്ച് വരുന്നത്
2097. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്, ചെക്ക് ഇറ്റ് ഔട്ട്. ഈ പ്രിന്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലോട്ട് വരുന്ന ആ ഒരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ഇത് മോറോവർ ഇറ്റ്സ് വെരി പോപ്പുലർ. ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് നാളായിട്ട് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിന്റ് ഡിസൈനാണ്. ആൻഡ് അതിൻ്റെ തനതായ ഒരു പേരും കൂടിയുണ്ട്, അജ്രക്. അജ്രക് പ്രിൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമ്മളിതിനകത്ത് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ആൻഡ് സ്ക്രീൻ പ്രിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അജ്രക് എന്ന് പറയുന്നത് ആക്ച്വലി ബ്ലോക്ക് പ്രിൻ്റ് ആണ്, പക്ഷേ ഇത് നമ്മൾ ആ ഒരു ഡിസൈൻ സ്ക്രീൻ പ്രിൻറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഇൻ എ ബഡ്ജറ്റ് റേഞ്ച്, എവറി ഡേ വെയർ ആയിട്ട് പറ്റുന്ന സാരിയാണ്, ഭഗൽപുരി ലിനൻ്റെ അകത്ത്. ആൻഡ് വി ഹാവ് സെറി ബോർഡർ ഡീറ്റെയിലിംഗ് ഓൾസോ ഫോർ ദിസ് വൺ. ഇറ്റ്സ് ഇൻ സിൽവർ ഷെയ്ഡ്. അപ്പോൾ ഇതിനകത്ത് ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. നമുക്കിനി ഓപ്പൺ ചെയ്ത് കാണാം. 1019 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. GMS 160 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയേക്കാണ്. സോ വി ഹാവ് ദിസ് ഇൻ 4-5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ടോൺ വരുന്നുണ്ട്, ഒരു മോഫ് പിങ്ക്, ഒരു ഗ്രേ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്, ആൻഡ് ലീഫ് ഗ്രീൻ്റെയും ഒലിവിൻ്റെയും ഇൻ ബിറ്റ്വീൻ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡും കൂടെയാണ്. നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് കാണാം. ആൻഡ് ഇതിൻ്റെ പല്ലുവിനകത്ത് നമുക്ക് ഒരു ജോമെട്രിക് പാറ്റേൺ പോലത്തെ ഉള്ള ഒരു ലുക്കാണ് കൊടുത്തേക്കുന്നത്. സോ വി ഹാവ് എ ബ്ലോക്ക് പ്രിൻറ്റഡ് ബോർഡർ ഡീറ്റെയിലിംഗ്. ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഡിസൈൻ ഇൻസ്പിറേഷൻ ആണ് കേട്ടോ പറഞ്ഞത്. സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് സിഗ്സാഗ് പാറ്റേൺ ആൻഡ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. സെൽഫ് ത്രെഡ് തന്നെയാണ് ടാസൽ നോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ബ്ലാക്ക്. അപ്പോൾ അതിന് ഫുൾ സാരിയിൽ ഈ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഉടുക്കാൻ വെയിറ്റും അധികമില്ലാത്ത സാരിയാണ്. ഉടുക്കാൻ ശരിക്കും പറഞ്ഞാൽ സുഖമാണ്. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടൊരു 9 to 5 അങ്ങനെയുള്ള ഒരു ജോബാണെങ്കിൽ പോലും വെയർ ചെയ്യാൻ നല്ലതാണ്. ആൻഡ് കളേഴ്സ് ആണെങ്കിലും പ്രിൻറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സും ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ ബ്ലൗസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഭംഗ്രൂവിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. BMൻ്റെ കോഡിലായിരിക്കും കേട്ടോ വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഇതേപോലെയുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിതിനെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കൂടുതലൊരു ഇൻഡിഗോ പോലെയോ ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു ഓഫ് വൈറ്റ് ടോണിൽ വരുന്നതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ കൂടെ ഭയങ്കര രസമായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ദിസ് ഇസ് ബ്ലൂ. ആൻഡ് ഇവിടെ നമുക്കൊരു ഒരു തിക്കർ ആൻഡ് തിന്നർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് അവിടെ വരുന്നുണ്ട്. ആ ഒരു സ്ട്രൈപ്പ് ലുക്ക് പോലെയാണ് അതിൻ്റെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഫീൽ അവിടെ കൊടുത്ത് വീവ് ചെയ്തേക്കാണ്. ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. അതൊരു ബാന്തിനിയുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തുള്ള ഒരു ലുക്കാണ് അവിടെ ആ ഒരു റൗണ്ട് ഡീറ്റെയിലിങ്ങിന് കൊടുത്തേക്കുന്നത്. എക്സാക്ട്ലി ആ ലുക്കല്ല, പക്ഷെ എന്നാലും ആ ഒരു ഫീൽ അവിടെ വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻ വിത്ത് സറി ബോർഡർ. ഇതാണ് എൻ്റെ ബ്ലൂവിൻ്റെ ലുക്ക് വരുന്നത്. നേവി ബ്ലൂ ആണ് കേട്ടോ. ദിസ് ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് മോവ് ടോൺ വരുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ് കളറാണ്. എപ്പോഴും ഉടുക്കാൻ പറ്റുന്ന സാരികളായതുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് എപ്പോൾ ആണെങ്കിലും വാങ്ങിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകണമെങ്കിലും നമുക്ക് തുടുത്തോണ്ട് ആക്ച്വലി പോകാൻ പറ്റും. ദിസ് ഇസ് ദി ലുക്ക്. ഇറ്റ്സ് കംഫർട്ടബിൾ ലൈറ്റ് വെയ്റ്റ് സാരി. ആ ഒരു ബഗൽപൂരി ലിനൻ ആയതുകൊണ്ട് ആ ലിനൻ്റെ ഒരു വീവിങ് ടെക്സ്ചറിലാണ് കേട്ടോ അത് വരിക. പവലും സാരിയാണ്. ആൻഡ് ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും എടുത്ത് നോക്കാൻ തോന്നുന്നു. ആ കളർ എനിക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് ഓൾസോ എ നൈസ് കളർ. അങ്ങനെ മടുത്ത് പോകുന്ന ഒരു കളേഴ്സിൻ്റെ അകത്ത് വരുന്നതല്ല ഇത്. ഗ്രേ ചേർന്നിട്ടില്ല ലാവൻഡർ ഷെയ്ഡ്. പിന്നെ ഇതിന് ട്രാൻസ്പെറൻസി അങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നില്ല കേട്ടോ. മാറിപ്പോയോ, അങ്ങനെ ഒരു ഭയങ്കര ട്രാൻസ്പെറൻസി ഒന്നും വരാത്ത ലുക്കാണ്. സുഖമായിട്ട് തന്നെ ഉടുക്കാൻ പറ്റും. ഫാബ്രിക് ആക്ച്വലി കംഫർട്ടബിൾ ആണ് കേട്ടോ. ഒരു ബ്ലെൻഡഡ് ഫീലാണ്, പക്ഷേ നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. ആൻഡ് ദെൻ ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. GMS 160 പ്രൈസ്ഡ് അറ്റ് 1019. ഇതാണ് എൻ്റെ ലാസ്റ്റ് വണ്ണിൻ്റെ ലുക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ദിസ് ഇസ് ദി ലുക്ക്.